വെൽക്കം ടു ഫ്രാങ്ക് ലെക്ചേഴ്സ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന 2019 സ്കീം S6-ലെ ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫറിന്റെ ഇൻട്രൊഡക്ഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്, കോർ പേപ്പർ ആണ്. ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിനും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു പേപ്പറാണ് ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ. അതുപോലെ ഇന്റർവ്യൂസിനും പലതും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ. അപ്പൊ ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ഇവാലുവേഷൻ മാർക്ക് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ മാർക്സ് 50 മാർക്കിനാണ്. അത് ശ്രദ്ധിക്കുക. ആ 50 മാർക്ക് നമുക്ക് കിട്ടുന്നത് 50 മാർക്ക് എന്തൊക്കെ ചെയ്താൽ കിട്ടും എന്നുള്ളത് നോക്കാം. ഈ 50 മാർക്കിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അറ്റൻഡൻസിന് 10 മാർക്ക് ഉണ്ട്. അറ്റൻഡൻസ് 95% പ്ലസ് ഉണ്ടെങ്കിൽ നമുക്ക് 10 മാർക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് വർക്ക്, ട്യൂട്ടോറിയൽസ്, അസൈൻമെന്റ്സ് ഇതെല്ലാം സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിന് ഒരു 15 മാർക്കിന് ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ 2 ഇന്റേണൽ എക്സാംസ്, സീരീസ് 1ഉം സീരീസ് 2നെയും കൂടെ 25 മാർക്കിൽ കൺവേർട്ട് ചെയ്തിട്ടാണ് അതിൽ നിന്ന് ഒരു മാർക്ക് എടുക്കുന്നത്. അപ്പൊ ഈ ഒരു 50 മാർക്കിൽ ഒരു 45 പ്ലസ് മാർക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു CGP ഈ ഒരു സബ്ജക്റ്റിന് കിട്ടും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നല്ലൊരു മാർക്ക് ഈ ഒരു സബ്ജക്റ്റിന് കിട്ടും. അതുകൊണ്ട് ഇന്റേണൽ മാർക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇന്റേണൽ മാർക്സിൽ 25 മാർക്കും നമ്മുടെ സീരീസ് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യണം. അപ്പൊ സീരീസ് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ സീരീസ് എക്സാം നന്നായിട്ട് പഠിച്ചെഴുതണം. അപ്പൊ ആദ്യം തൊട്ട് തന്നെ നന്നായിട്ട് പഠിക്കുക. അതുപോലെ എൻ സെമസ്റ്റർ എക്സാം 100 മാർക്കിനാണ്. ആ 100 മാർക്കിന് 3 മണിക്കൂറാണ് എൻ സെമസ്റ്റർ എക്സാം ഉള്ളത്. അത് ഓർത്തു വയ്ക്കുക. ഇനി എൻ സെമസ്റ്റർ എക്സാമിലോട്ട് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിലോട്ട് വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 പാർട്ട് കാണും. പാർട്ട് എയും കാണും, പാർട്ട് ബിയും കാണും. വളരെ ഇമ്പോർട്ടന്റ്. ഇനി നമുക്ക് ഇവിടെ 2019 സ്കീമിൽ വരുന്ന സമയത്ത് 5 മോഡ്യൂൾസ് ആണുള്ള. ഈ 5 മോഡ്യൂൾസിലും ഓരോ മോഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആണ് 3 മാർക്കിന് ചോദിക്കുന്നത്. അപ്പൊ 2 ക്വസ്റ്റ്യൻ 5 മോഡ്യൂളിൽ നിന്ന് ചോദിക്കുന്ന സമയത്ത് 10 ക്വസ്റ്റ്യൻ 3 മാർക്കിന് 30 മാർക്കായിരിക്കും പാർട്ട് എ. പാർട്ട് എക്ക് 30 മാർക്കാണ് വെയിറ്റേജ് ഉള്ളത്. ബാക്കി 70 മാർക്ക് പാർട്ട് ബി ആണ്. ബാക്കി 70 മാർക്ക് പാർട്ട് ബി എന്ന് പറയുമ്പോൾ 70 ഡിവൈഡ് ബൈ 5 എന്ന് പറയുമ്പോൾ 14. ഓരോ മോഡ്യൂളും 14 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുന്നത്. ഓരോ മോഡ്യൂളും 14 മാർക്കിനുള്ള ചോദ്യങ്ങൾ. അപ്പൊ ഈ പാർട്ട് ബിയില് ഒരു മോഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് പോയി. അതിൽ ഒരെണ്ണം നമ്മൾ എന്ത് ചെയ്താൽ മതി? അറ്റൻഡ് ചെയ്താൽ മതി. 2ഉം അറ്റൻഡ് ചെയ്തിട്ട് കാര്യമില്ല. പാർട്ട് ഓരോ ബിക്കകത്ത് ഓരോ മോഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ ചോദിക്കും. അതിൽ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്താൽ മതി. അപ്പൊ ആ ഓരോ ക്വസ്റ്റ്യനിലും മാക്സിമം എത്ര? 2 സബ് ഡിവിഷൻ ഉണ്ടാവാം. 14 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ മാക്സിമം 2 സബ് ഡിവിഷൻസ് ഉണ്ടാവാം. അങ്ങനെ ടോട്ടൽ 100 മാർക്കിനാണ് എൻ സെമസ്റ്റർ എക്സാം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എക്സാം. അപ്പൊ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ സെമസ്റ്റർ എക്സാം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എക്സാമിന് നല്ല മാർക്ക് മേടിക്കാം. നമ്മളിവിടെ നോക്കുന്ന സമയത്ത് 2019 സ്കീം എന്ന് പറയുമ്പോൾ 5 മോഡ്യൂളാണുള്ളത്. അതിൽ മോഡ്യൂൾ 1 എന്ന് പറയുമ്പോൾ അതിൻ്റെ അത് നമുക്ക് ഇവിടെ പഠിക്കുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. അപ്പൊ നമ്മൾ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ നമുക്ക് 3 മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണുള്ളത്. എന്നിട്ട് ലാസ്റ്റ് മോഡ്യൂളാണ് മാസ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്, ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ. അപ്പൊ ഹീറ്റ് ട്രാൻസ്ഫർ 3 മോഡ്സ് ആണുള്ളത്: കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. അപ്പൊ ആദ്യത്തെ 4 മോഡ്യൂൾസിലും നമ്മൾ പഠിക്കുന്നത് കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷനെ പറ്റിയാണ്. 5ാമത്തെ മോഡ്യൂളിൽ മാത്രമാണ് മാസ് ട്രാൻസ്ഫറിനെ പറ്റി പഠിക്കുന്നത്. അപ്പൊ കണ്ടക്ഷൻ, ഹീറ്റ് ട്രാൻസ്ഫർ. കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ സോഴ്സിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന കണ്ടക്ഷൻ വഴിയാണ്. അപ്പൊ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാനുള്ള മെക്കാനിസം അത് പഠിക്കും. ഇനി എന്താണ് ഹീറ്റ് ട്രാൻസ്ഫർ, അതുപോലെ തെർമോഡൈനാമിക്സിന്റെയും ഡിഫറൻസ്, മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. അതാണ് ഇപ്പൊ പറയുന്ന കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട്. ഇനി മെക്കാനിസം ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, എന്തുകൊണ്ടാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്, അതിന്റെ മെക്കാനിസത്തെ പറ്റി പഠിക്കും. ലോസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, കണ്ടക്ഷൻ ഒബേ ചെയ്യുന്ന ലോയിനെയാണ് ഫൊറിയർ ലോ ഓഫ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഈ പറയുന്ന കൺവെക്ഷന്റെ ലോ ഉണ്ട്, കൺവെക്ഷൻ ഒബേ ചെയ്യുന്ന ലോയിനെയാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറയുന്നത്. റേഡിയേഷന്റെ ലോ ഉണ്ട്, റേഡിയേഷന്റെ ലോയിനെ സ്റ്റെഫൻ ബോൾട്സ്മാൻ ലോ എന്ന് പറയുന്നത്. അപ്പൊ ഈ ലോസ് ഒക്കെ നമ്മൾ പഠിക്കും. ആ ലോസ് വെച്ച് നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഇക്വേഷൻസ് ചെയ്താൽ പഠിക്കും. അത് കഴിഞ്ഞ് തെർമൽ കണ്ടക്ടിവിറ്റി, ഹൗ ഈസിലി ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് ഒരു ബോഡി കൂടെ ട്രാൻസ്ഫർ ചെയ്യും എന്ന് പറയുന്നതാണ് തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ഓൺ തെർമൽ കണ്ടക്ടിവിറ്റി പഠിക്കും. അതുപോലെ കമ്പൈൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ മെക്കാനിസം. അപ്പൊ ഈ പറയുന്ന ഈ ഒരു കണ്ടക്ഷനിൽ നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു മോഡ്യൂളാണ്. ഫസ്റ്റ് മോഡ്യൂൾ ഒന്ന് വലിയ മോഡ്യൂളാണ്. കണ്ടക്ഷൻ്റെ അകത്ത് വരുന്നതാണ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലും അതുപോലെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിന്റെ അകത്ത് ഹീറ്റ് കണ്ടക്ഷന്റെ ഇക്വേഷൻസ്, അതുപോലെ അതിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് 1 ഡയമെൻഷനിൽ പ്ലെയിൻ വാള്, സിലിണ്ടർ, സ്പിയർ, അതിൽ അവിടുത്തെ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ പ്രോബ്ലംസും അതിന്റെ ഡെറിവേഷൻസും നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്രിട്ടിക്കൽ റേഡിയസ് ഫോർ സിലിണ്ടർ, സ്പിയറും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്. അത് കഴിഞ്ഞ് അതത്രയാണ് കണ്ടക്ഷന്റെ ഫസ്റ്റ് പാർട്ടായിട്ട് വരുന്നത്. ഇനി സെക്കൻഡ് പാർട്ടിൽ വരുന്നത് ട്രാൻസിയന്റ് ഹീറ്റ് കണ്ടക്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അതുപോലെ തന്നെ ഫിൻസ് എന്ന് പറഞ്ഞാൽ
ഹീറ്റ് ട്രാൻസ്ഫർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പിൻസ് യൂസ് ചെയ്യുന്നത്. അവിടെ നമുക്ക് പഠിക്കാനുള്ള റെക്ടാങ്കുലർ പിൻസ് ആണ്. അപ്പൊ ഹീറ്റ് ട്രാൻസ്ഫർ ഏരിയ ഇൻക്രീസ് ചെയ്ത് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് എന്താ പിൻസ് യൂസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ റെക്ടാങ്കുലർ പിന്നിന്റെ പ്രോബ്ലംസ്, ന്യൂമറിക്കൽ പ്രോബ്ലംസും നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. അപ്പൊ ഫസ്റ്റ് മോഡ്യൂൾ നോക്കുകയാണെങ്കിൽ കണ്ടക്ഷന്റെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ട്രാൻസിയന്റ് ഹീറ്റ് കണ്ടക്ഷൻ, അതേപോലെ ഫിൻസ്. അങ്ങനെ 3 ടോപ്പിക്സ് ആണ് ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്നത്. ഈ സെക്കൻഡ് മോഡ്യൂളിൽ വരുമ്പോൾ കംപ്ലീറ്റ് കൺവെക്ഷനെ പറ്റിയാണ്. സോളിഡിൽ നിന്ന് ഫ്ലൂയിഡിലോട്ടോ അല്ലെങ്കിൽ ഫ്ലൂയിഡിൽ നിന്ന് സോളിഡിലോട്ടോ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നതാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. അത് ഒബേ ചെയ്യുന്ന ലോ, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം പഠിക്കേണ്ട ബൗണ്ടറി ലെയർ എന്താണെന്നാണ്. അതേപോലെ ഹൈഡ്രോഡൈനാമിക് ബൗണ്ടറി ലെയറും തെർമൽ ബൗണ്ടറി ലെയറിനെ പറ്റി പഠിക്കണം. അതുപോലെ തന്നെ എന്താണ് ലാമിനാർ ഫ്ലോ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഇനി ഇതിന്റെ അകത്ത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഹീറ്റ് ട്രാൻസ്ഫർ, കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാൻ വേണ്ടി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസ് ആണ് ഇവിടെ പറയുന്നത്. ദാറ്റ് ഈസ് അതിൻ്റെ അകത്ത് തന്നെ ഈ പറയുന്ന 2 ടൈപ്പ് ഓഫ് കൺവെക്ഷൻ ഉണ്ട്. ഫ്രീ കൺവെക്ഷൻ ഉണ്ട്, ഫോഴ്സ് കൺവെക്ഷൻ ഉണ്ട്. അത് ഓർത്ത് നോക്കുക. 2 കൺവെക്ഷൻ ഉണ്ട്. ഫ്രീ കൺവെക്ഷൻ നാച്ചുറൽ കൺവെക്ഷൻ എന്ന് പറയുന്ന, അതുപോലെ ഫോഴ്സ് കൺവെക്ഷൻ. ഈ ഫ്രീ കൺവെക്ഷനും ഫോഴ്സ് കൺവെക്ഷനും ലാമിനാർ ഫ്ലോ ഉണ്ട്, ടർബുലന്റ് ഫ്ലോ ഉണ്ട്, ലാമിനാർ ടർബുലന്റ് ഫ്ലോ ഉണ്ട്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ഉണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. ദാറ്റ് ഈസ് ടർബുലന്റ് ഫ്ലോ, ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ സർക്കുലർ പൈപ്പ്, അത് ക്രോസ് സെക്ഷൻ മാറുന്ന കേസസ്, ഫ്ലാറ്റ് പ്ലേറ്റ്, അതുപോലെ റെയ്നോൾഡ്സ് അനലോഗി, സിലിണ്ടർ, സ്പിയർ. അപ്പൊ ഇതൊക്കെ ഈ പറയുന്ന ഇതൊക്കെ ആപ്ലിക്കേഷൻ ആണ്. ഈ ആപ്ലിക്കേഷൻ അനുസരിച്ച് നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഇക്വേഷൻസ് മാറും. അതുപോലെ ആദ്യം പഠിക്കുന്ന നമ്മൾ എന്താണ് ഫോഴ്സ്ഡ് കൺവെക്ഷൻ ആണ്. അത് കഴിഞ്ഞ് ഫ്രീ കൺവെക്ഷൻ അല്ലെങ്കിൽ നാച്ചുറൽ കൺവെക്ഷൻ. ഫ്രീ കൺവെക്ഷൻ അതും ഈ പറയുന്ന പോലെ 2 കേസസ് ആണ് നമുക്ക് നാച്ചുറൽ അല്ലെങ്കിൽ ഫ്രീ കൺവെക്ഷൻ ഉള്ളത്. വെർട്ടിക്കൽ പ്ലേറ്റും അതുപോലെ ഹൊറിസോണ്ടൽ പ്ലേറ്റും. അപ്പൊ വെർട്ടിക്കൽ ഫ്ലാറ്റ് പ്ലേറ്റ്, ഫ്രീ കൺവെക്ഷന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി മോഡ്യൂൾ 3 വരുന്ന സമയത്ത് നമ്മുടെ ഈ പറയുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ ആണ്. ദാറ്റ് ഈസ് ഹീറ്റ് എക്സ്ചേഞ്ചസ്. അപ്പൊ ഇവിടെ ഹീറ്റ് എക്സ്ചേഞ്ചസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഹീറ്റ് എക്സ്ചേഞ്ചസിനെ പറ്റി പഠിക്കുന്ന സമയത്ത് നമ്മളിവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ പഠിക്കുന്നത് ദാറ്റ് ഈസ് ഹീറ്റ് ട്രാൻസ്ഫർ. Q = UA ΔT എന്ന് പറയുന്ന ഒരു ΔT ലോഗറിതമിക് എന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അല്ലെങ്കിൽ ലോഗറിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്താണെന്ന് പഠിക്കണം. ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നമുക്ക് 2 ടൈപ്പ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ് ഉള്ളത്. ദാറ്റ് ഈസ് പാരലൽ ഫ്ലോയിങ്, കൗണ്ടർ ഫ്ലോയിങ്. അത് ക്വസ്റ്റ്യൻസ് കൂടുതലും ചോദിക്കുന്ന പാരലൽ ഫ്ലോയിങ്, കൗണ്ടർ ഫ്ലോയിങ് ആണ്. അപ്പൊ ആ ഹീറ്റ് എക്സ്ചേഞ്ചസിനെ പറ്റി പഠിക്കും. ആ പാരലൽ ഫ്ലോയിങ്, കൗണ്ടർ ഫ്ലോയിങ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ LMTD മെത്തേഡ്, ലോഗറിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്താണെന്ന് പഠിക്കും. അതേപോലെ NTU, നമ്പർ ഓഫ് ട്രാൻസ്ഫർ യൂണിറ്റ്. ഈ നമ്പർ ഓഫ് ട്രാൻസ്ഫർ യൂണിറ്റ്സ് യൂസ് ചെയ്ത് പ്രോബ്ലംസ് LMTDയും അതേപോലെ NTU മെത്തേഡ് യൂസ് ചെയ്ത് ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാൻ ഉള്ള പ്രോബ്ലംസ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ ഡെറിവേഷൻസ്, LMTDയുടെ ഡെറിവേഷൻസ് കൗണ്ടർ ഫ്ലോയ്ക്കും പാരലൽ ഫ്ലോയ്ക്കും ഡിറൈവ് ചെയ്യാൻ സ്ഥിരം യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇനി മോഡ്യൂൾ 4 പോകുന്ന സമയത്ത് അവിടെ റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫറിനെ പറ്റിയാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. അപ്പൊ റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ ആദ്യം റേഡിയേഷൻ പ്രോപ്പർട്ടീസിനെ പറ്റി പഠിക്കും, ബ്ലാക്ക് ബോഡി റേഡിയേഷനെ പറ്റി പഠിക്കും, പ്ലാങ്ക്സ് വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോവിനെ പറ്റി പഠിക്കും, സ്റ്റെഫൻ ബോൾട്ട്സ്മാൻ ലോവിനെ പറ്റി പഠിക്കും, ക്രിസ്റ്റോഫ് ലോവിനെ പറ്റി പഠിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ പറയുന്ന പോലെ പ്രോബ്ലത്തിലോട്ട് വരുന്ന സമയത്ത് ഇൻഫിനിറ്റി പാരലൽ പ്ലേറ്റ്, അതുപോലെ റേഡിയേഷൻ കമ്പൈൻഡ് വിത്ത് കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ. അതാണ് പ്രോബ്ലത്തിലോട്ട് വരുന്നത്. റേഡിയേഷന്റെ പ്രോബ്ലം ഇമ്പോർട്ടന്റ് ആണ്. റേഡിയേഷൻ കുറച്ച് ടോപ്പിക്സേ ഉള്ളെങ്കിൽ നന്നായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ ഈസി ആയിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് റേഡിയേഷൻ. അത് കഴിഞ്ഞാണ് നമുക്ക് മാസ് ട്രാൻസ്ഫർ വരുന്നത്. മാസ് ട്രാൻസ്ഫറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ. അത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്. അപ്പൊ ഈ പറയുന്ന നമ്മുടെ സെക്കൻഡ് മോഡ്യൂളിൽ കൺവെക്ഷൻ പഠിച്ചതുപോലെ തന്നെ നമുക്ക് ഇവിടെ എന്തുണ്ട്, മാസ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കണം. മാസ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ മാസ് ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പൊ അവിടെ മാസ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ഉണ്ട്. അതുപോലെ ഇക്വമോളാർ കൗണ്ടർ ഡിഫ്യൂഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, നമ്മൾ അത് പഠിക്കും. അതുപോലെ തന്നെ കൺവെക്റ്റീവ് മാസ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്, അതുപോലെ നമ്മൾ ഈ പറയുന്ന ഓവറോൾ മാസ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്. ഈ മാസ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് 6th മോഡ്യൂളിൽ പഠിക്കാനുള്ളത്. അപ്പൊ അതിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ ബേസിക് ആയിട്ട് മാസ് ട്രാൻസ്ഫറിന്റെ ലോ ആണ് ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫറിലെ മോഡ്യൂൾസ്, 5 മോഡ്യൂൾസ് അല്ലേ. അപ്പൊ 5 മോഡ്യൂൾസ് പറയുമ്പോൾ ആദ്യം കണ്ടക്ഷൻ ആണ് ഫസ്റ്റ് മോഡ്യൂൾ, സെക്കൻഡ് മോഡ്യൂൾ കൺവെക്ഷൻ ആണ്, മൂന്നാമത്തെ മോഡ്യൂൾ അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആയ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ആണ്. അത് 2 ടൈപ്പ് ഉണ്ട്, പാരലൽ ഫ്ലോ ഉണ്ട്, കൗണ്ടർ ഫ്ലോ ഉണ്ട്. നാലാമത്തെ മോഡ്യൂൾ വരുന്ന സമയത്ത് റേഡിയേഷൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് മാസ് ട്രാൻസ്ഫർ ആണ് 5ാമത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫർ, മാസ് ട്രാൻസ്ഫർ നടക്കുന്ന എല്ലാം ഇതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ് വരുന്നത്. ബോയിലർ റിഫ്രാക്ടറീസ്, LNG ടാങ്ക്സ്, അതേപോലെ ഫർണസ് ഇൻസുലേഷൻസ്. അതാണ് മോഡ്യൂൾ 1ൻ്റെത്. അതുപോലെ ഈ പറയുന്ന പോലെ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ആപ്ലിക്കേഷൻ വരുന്നതിന് മോഡ്യൂൾ 2. മോഡ്യൂൾ 3 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ്
നമ്മുടെ റീബോയിലേഴ്സ്, കണ്ടൻസേഴ്സ് ഒക്കെ വരുന്നത് ഹീറ്റ് എക്സ്ചേഞ്ചസ്. ഹീറ്റ് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ കണ്ടൻസറും അതിൽ ഇവാപ്പറേറ്റേഴ്സും എല്ലാം ഹീറ്റ് എക്സ്ചേഞ്ചസ് ആണ്. ബോയിലേഴ്സ്, കണ്ടൻസർ, ഇവാപ്പറേറ്റർ ഇതെല്ലാം ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ആണ്. അത് 2 ടൈപ്പ് ഉണ്ട്, പാരലൽ ഫ്ലോ ഉണ്ട്, കൗണ്ടർ ഫ്ലോ ഉണ്ട്. അതിന്റെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് എല്ലാം നമ്മൾ എന്താ മൊഡ്യൂൾ 3 പഠിക്കും. മൊഡ്യൂൾ 4 എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി റേഡിയേഷനെ ബേസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് മൊഡ്യൂൾ 4 എന്ന് പറയുന്നത്. അതേപോലെ മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മാസ് ട്രാൻസ്ഫർ. അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കാം. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫറിൽ ഉള്ളത്. അപ്പൊ ഈ ഒരു സബ്ജക്ട് നന്നായിട്ട് പഠിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. യൂണിവേഴ്സിറ്റി പോയിന്റ് ഓഫ് വ്യൂയിലായാലും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.